പി ജെയിംസ് സാറുണ്ട്. അപ്പോൾ ജെയിംസ് സാർ തിരുവനന്തപുരത്തു നിന്നാണ്, ചോദിച്ചാലോ? ചോദിക്കാം. അപ്പോൾ ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അവിടെ നല്ല മഴയും കാറ്റൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ആഷ്മി, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹായ്. ഇവിടെ വലിയ മഴയില്ല, എന്നാൽ അത്യാവശ്യം മഴയുണ്ട് താനും. ഓക്കെ, തിരുവനന്തപുരത്താണ് പി ജെയിംസ് സാർ ഉള്ളത്. അപ്പോൾ ജെയിംസ്, അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നൊക്കെയാണ് സൗദിയുടെ മുന്നറിയിപ്പ്. ഗസ നമ്മുടെ മാനവരാശിയെ മുഴുവൻ സങ്കടപ്പെടുത്തുന്ന പട്ടിണിയിലാണ്, കുഞ്ഞുങ്ങൾ പട്ടിണിയിടുന്ന് മരിച്ചു പോകും എന്നൊക്കെ ഐക്യരാഷ്ട്രസഭ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ അമേരിക്കയുടെ വെടിനിർത്തൽ പദ്ധതിയൊക്കെ തൃശങ്കൂലൊക്കെ നിൽക്കുക, മൊത്തത്തിൽ പ്രശ്നമാണ് ജെയിംസ്. ഹാഷ്മി, യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു വെളിപ്പെടുത്തൽ സൗദി അറേബ്യയുടെയാണ്. സൗദി അറേബ്യയുടെ രാജാവ്, 86-കാരനായ രാജാവ് അയച്ചിരിക്കുന്നത് തൻ്റെ മകനെ തന്നെയാണ്. മകൻ ഇറാനിൽ പോയി ടെഹ്റാനിൽ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും അവിടുത്തെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിട്ട് രഹസ്യ ചർച്ച നടത്തിയതിൻ്റെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ സൗദി ഒരു രാജാവിൻ്റെ കത്തുമായി മകനെ തന്നെ അയച്ചത് ഈ അപകടത്തിൻ്റെ തീവ്രത ബോധ്യമാക്കാനാണ്. ഇറാൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ അമേരിക്കയുമായി ഇപ്പോൾ നടക്കുന്ന ആണവ ചർച്ചകളിൽ ഒരു ആണവായുധ കരാറിൽ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ കയറി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുമെന്ന മെസ്സേജാണ് സൗദി കൊടുത്തിട്ടുള്ളത്. സൗദിയും ഇറാനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിൽ നിൽക്കുന്ന രാജ്യങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായി ബന്ധങ്ങൾ മെച്ചപ്പെട്ടിരുന്നു. അപ്പോൾ ഇറാന് കൊടുക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണ് ഈ രീതിയിൽ അമേരിക്കയുമായിട്ട് ആണവ കരാറിൽ ഒപ്പിട്ടോളൂ. ട്രംപ് ഷോർട്ട് ടെമ്പേർഡാണ്, അദ്ദേഹം കാലം നെഗോഷിയേഷൻ നിൽക്കില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അമേരിക്ക അറിയാതെ തന്നെ ഇസ്രായേൽ കയറി ആക്രമിച്ചു എന്ന് വരും. ഇസ്രായേൽ നോക്കിയിരിക്കുകയാണ്, അവർ റെഡിയാണ്. അപ്പം അതിന് ഒരു അവസരം കൊടുക്കരുത്, ഗൾഫ് മേഖല വീണ്ടും യുദ്ധത്തിൻ്റെ മേഖലയാക്കി മാറ്റരുത് എന്നാണ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ളൊരു ബന്ധം ഒരു കരാറിലേക്ക്, എബ്രഹാം കരാറിലേക്ക് പോകാനെടുക്കുന്ന സമയത്താണ് ഒരുപക്ഷെ ഹമാസ് കയറി ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും ഒക്ടോബർ 7, 2023 ഒരു യുദ്ധത്തിലേക്ക് അത് എത്തിയത്. ഇപ്പം ഗസയിൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമാണ്. ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നടക്കുന്ന യുദ്ധത്തിൽ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 54,000-ലേറെ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 54,000-ലേറെ പാലസ്തീൻകാരാണ്. ഒപ്പം തന്നെ ഏതാണ്ട് ഒരു 10,000-ലേറെ പേരെ കാണാതായിരിക്കുന്നവർ മരിച്ചുവെന്ന് തന്നെയാണ് അവിടുത്തെ മിനിസ്ട്രി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മരണസംഖ്യ 63,000-നും 64,000-നും മടക്കി എത്തിയിരിക്കുന്നു 19 മാസത്തെ യുദ്ധത്തിൽ. ഇപ്പോൾ US മുന്നോട്ട് വെച്ച ആണവ കരാറ് സംബന്ധിച്ചുള്ള പദ്ധതിയും ഒപ്പം തന്നെ ഇവിടെ വെടിനിർത്തൽ പദ്ധതിയും രംഗത്തുണ്ട്. ഈ വെടിനിർത്തൽ പദ്ധതിയിൽ ചർച്ചകളിൽ പുരോഗമനം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രായേൽ അംഗീകരിച്ചപ്പോൾ ഹമാസ് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും അവിടെ അല്ലെങ്കിൽ തന്നെ വലിയ പട്ടിണിയാണെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുന്നു. ഹാഷ്മി, അത് കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. 23 ലക്ഷം പേരാണ് ഗസയിൽ പട്ടിണി കിടക്കുന്നത്. അതുകൊണ്ട് ഹമാസിനെ ഇനി പിടിവാശി പിടിക്കാൻ കഴിയുമോ നമുക്കറിയില്ല. ഹമാസ് അത്യാവശ്യം 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ സേന പിന്മാറിയാൽ മാത്രമേ ആ തരത്തിലുള്ള വെടിനിർത്തൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഹമാസ് പറയുന്നത്. ഹാഷ്മി, ജെയിംസ് സാർ, അതുപോലെ നമ്മൾ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടുത്ത കാലത്ത് കണ്ട ആ ചങ് ബ്രോസ്, അവരുടെ ആ ബ്രോമാൻസിനൊരു അവസാനം വന്നിരിക്കുന്നു. ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇലോൺ മസ്ക് പോവുകയാണ്. എന്നാൽ പോകല്ലേ എന്നൊരു വാക്കുപോലും ട്രംപ് പറഞ്ഞില്ല. പക്ഷെ ഒരു സ്വർണ്ണ താക്കോലൊക്കെ കൊടുത്ത് നന്ദിയൊക്കെ പറഞ്ഞ് വിടുകയാണ്. അതുപോലെ തന്നെ റഷ്യക്കുള്ളിൽ യുക്രൈൻ്റെ വലിയ ആക്രമണവും റഷ്യ-യുക്രൈൻ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച തുർക്കിയിൽ ജൂൺ 2 നടക്കുന്ന ഈ വാർത്തകളൊക്കെ ഉണ്ടല്ലോ. ക്രിസ്റ്റീന, ഇത് വല്ലാത്തൊരു കൂട്ടുകെട്ടായിരുന്നു. ഒരുപക്ഷെ ഈ അമേരിക്കയും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കൂട്ടുകെട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കും അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് അന്ന് മത്സരിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂട്ടുകൂടിയപ്പോൾ ഒരു വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. തോൽക്കുമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് വിജയിച്ചു. അതിനുവേണ്ടി ഏതാണ്ട് $1,000 കോടി ഇറക്കിയെന്നാണ് ട്രംപിന് വേണ്ടി ഇലോൺ മസ്ക് ഇറക്കി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡോജി എന്നാണ് വിളിക്കുന്നത്, അവിടെ ഈ സർക്കാരിൻ്റെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും സർക്കാർ ജീവനക്കാരിൽ 10,000-കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടുകയും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഡെപ്റ്റ് അല്ലെങ്കിൽ വലിയ ഏതാണ്ട് 36 ലക്ഷം കോടിയാണ് അമേരിക്കയുടെ കടം. അപ്പോൾ അത് കുറയ്ക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എലോൺ മസ്കിനെ കൊണ്ടുവന്നത്. അവസാനം എലോൺ മസ്ക് 130 ദിവസത്തിന് ശേഷം ട്രംപിൻ്റെ വൈറ്റ് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് യാത്രയയപ്പ് കൊടുത്തു. യാത്രയയപ്പ് യോഗത്തിൽ അവർ വലിയ സ്നേഹപ്രകടനമാണ് നടത്തിയത്. പക്ഷേ ഉള്ളിൽ ട്രംപും
എലോൺ മസ്കും തമ്മിൽ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് അധികം മുന്നോട്ട് പോകുന്നില്ല. ട്രംപ് പറഞ്ഞത് അധികം പോയിട്ടില്ല, അധികം വന്നും പോയിക്കൊണ്ടിരിക്കുമെന്നാണ്. പക്ഷേ ഔദ്യോഗികമായി ആ ഗവൺമെൻറ് ആയിട്ടുള്ള ഇതിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കാര്യം കൂടിയുണ്ട് ക്രിസ്റ്റീന. സ്പേസ് എക്സ് അതുപോലെ തന്നെ ടെസ്ല തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ബിസിനസ് താഴോട്ട് പോയി. അദ്ദേഹം ലോകത്തിലെ തൊഴിലാളികളെ ഉപദ്രവിക്കുന്നു എന്നുള്ള ആരോപണം വന്നതോടെ അവരുടെ ബിസിനസ്സിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടു. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 9ാമത്തെ സ്റ്റാർഷിപ്പ് ആകാശ കപ്പൽ ചൊവ്വയിലേക്ക് അയക്കാനിരുന്നതാണ്. അത് പരീക്ഷണം പരാജയപ്പെട്ടു. ഇപ്പോൾ ആളില്ലാതെ 2026 അവസാനത്തിൽ ആ സ്റ്റാർഷിപ്പ് ആകാശ കപ്പൽ ചൊവ്വയിലേക്ക് അയക്കുമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. എന്തായാലും ഇലോൺ മസ്ക് സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിയുന്നു. ട്രംപും അതുപോലെ തന്നെ ഇലോൺ മസ്കും തമ്മിലുള്ള ഒരു ഹണിമൂൺ ഡേയ്സ് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബ്രോമാൻസ്, ചങ്ക്സ് എന്നൊക്കെ പറയുന്ന ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, അധികാരം ആർക്കാണ് വലുത് എന്നുള്ളത് വരുമ്പോൾ. എന്തായാലും ഒരു കാര്യം പറഞ്ഞു, ട്രംപ് പറഞ്ഞു, അവിടെ സ്പെൻഡിങ് കുറയ്ക്കാൻ, ചെലവ് കുറയ്ക്കാനും ഈ 10,000-കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാനൊക്കെയുള്ള ഐഡിയ അത് ഇലോൺ മസ്കിൻ്റെയാണ്, എൻ്റേതല്ല എന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞു ട്രംപ് എന്നുള്ളതും കൂടി ശരിയാണ് ക്രിസ്റ്റീന. ശരി, എന്തായാലും ട്രംപിനെ പറ്റിക്കൂടുന്നത് ബിസിനസ്സിൽ കുറച്ച് നേട്ടം ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ ഈ പറയുന്ന സാം ഓൾട്ട്മാന്റെ ഓപ്പണൈക്ക് കരാറ് കൊടുത്ത് മിഡിൽ ഈസ്റ്റിൽ പോയപ്പോൾ കരാറ് കൊടുത്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല തീരെ ട്രംപിന്. ഒരു ഗോസിപ്പ് മാത്രം ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നത് ഈ പ്രചരണ കാലങ്ങളിൽ ഇപ്പോഴൊക്കെ ഇലോൺ മസ്കിന്റെ ലഹരി ഉപയോഗം വല്ലാതെ സാധാരണ അദ്ദേഹം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ വല്ലാതെ കൂടി. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്നതൊക്കെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പത്രങ്ങൾ, ചുമ്മാ ഗോസിപ്പിംഗ് മാത്രം പറയുന്നതല്ല. ഈ പറയുന്ന നമ്മൾ ഇവിടുത്തെ MDMA എന്നൊക്കെ പറയുന്ന പോലെ കെറ്റമിനോ ഏതാണ്ട് സൈക്കഡലിക് മഷ്റൂമോ ഏതാണ്ട് എല്ലാം കുഴച്ച് ഇതൊക്കെയാണെന്ന് പറയുന്നത്. ആർക്കറിയാം ഇതൊക്കെ ഉള്ളതാണോ കള്ളമാണോ? പക്ഷേ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നുണ്ട്. അതെ, പറയുന്നുണ്ടോ നമുക്കറിയില്ല. നമുക്കറിയില്ല, ലഹരി ഉപയോഗം നല്ലതല്ല ശ്രീ ഇലോൺ മസ്ക്. അതെ, അല്ലേ? എലോൺ മസ്ക് മാത്രമേ